وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. وأخرجنا الله سبحانه وتعالى പറയുന്നു വആയത്തുൽ ലഹുൽ അർദുൽ മൈത എന്നൊക്കെ പറയുന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറയുകയാണ് വജഅൽനാ ഫീഹാ ജന്നാത്തിൻ, ഭൂമി മനുഷ്യന് ദൃഷ്ടാന്തമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. കാരണം ചത്തു കിടക്കുന്ന ഭൂമിയെ അല്ലാഹു തആല ഹയാത്താക്കുകയും ജീവനിടുകയും എന്നിട്ട് അതിൽ ധാന്യങ്ങളെ പുറത്തേക്കെടുക്കുകയും അത് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടി മറ്റു പ്രാണികൾക്ക് തിന്നാൻ വേണ്ടി അല്ലാഹു തആല ഭക്ഷണമായി കൊടുക്കുകയാണ്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ, മാത്രമല്ല ഈ ഭൂമികളിൽ നമുക്ക് കാണാം ചില തോട്ടങ്ങൾ. എന്തൊക്കെ തോട്ടങ്ങളാണ് ഖുർആനിൽ പറയുന്ന തോട്ടങ്ങൾ? മിൻ നഖീലിൻ വഅനാബിൻ, മുന്തിരിവള്ളികളുടെയും അതുപോലെ ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ അത് അന്ന് അറേബ്യയിൽ സാധാരണയായി ഉണ്ടായിരുന്ന തോട്ടങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഇത് ഒരുപാട് കൃഷികളും തോട്ടങ്ങളും ഉണ്ട്. അപ്പോ ഈ എല്ലാ തോട്ടങ്ങളും പെടും. അങ്ങനെ അല്ലാഹു തആല പറയുന്നു ഒരുപാട് തോട്ടങ്ങൾ ഭൂമിയിലുണ്ട്. ഗാർഡൻ അഥവാ തോട്ടം. ഈ തോട്ടങ്ങൾ അല്ലാഹു തആല ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒലിപ്പിക്കുകയാണ് പുഴകളും അതുപോലെ വെള്ളത്തിന്റെ ഉറവിടങ്ങളും. നാം മനസ്സിലാക്കണം, അത് വലിയ അത്ഭുതമാണ്. കാരണം ഭൂമിയുടെ ഏത് ഭാഗത്ത് ഒഴിച്ചു നോക്കിയാലും ആ സ്ഥലത്തേക്ക് യോജിച്ചുകൊണ്ട് അവിടെ വെള്ളമുണ്ടാകും. അത് അല്ലാഹു തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചതിന്റെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഒരു താഴ്ന്ന പ്രദേശം, ആ താഴ്ന്ന പ്രദേശത്ത് നാം ഒരു വെള്ളത്തിന് വേണ്ടി ഒരു കുളം കൊത്തിയാൽ അല്ലെ ഒരു കിണർ കുഴിച്ചാൽ ഏകദേശം ഒരു 10 മീറ്റർ അടിയിലാണ് വെള്ളം. അത് താഴ്ന്നു കിടക്കുന്ന ഒരു ഏരിയയുടെ ഒരു പ്രദേശത്തിന്റെ ഒരു അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെയാണ്. ഇനി വളരെ ഉയർന്ന ഒരു പ്രദേശത്ത് നാം പോയി നോക്കിയാൽ അവിടെ അവിടെ കിണർ കുത്തിയാൽ ചിലപ്പോ അവിടെയും അതേ 10 കിലോമീറ്റർ വെള്ളം ഉണ്ടാവും. നാം മനസ്സിലാക്കണം, വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? താഴ്ന്നുകൊണ്ട് പോകലാണ്. അപ്പൊ ഇവിടെ 10 കിലോമീറ്റർ 10 മീറ്റർ അടിയിലാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞതാണ്, 10 മീറ്റർ അടിയിലാണെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഏകദേശം കുറെ മേപ്പോട്ടാകുമ്പോൾ അതനുസരിച്ച് പിന്നെയും കുറെ മീറ്ററോ അല്ലെങ്കിൽ കിലോമീറ്ററോ അടിയിലല്ലേ വെള്ളം വേണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അവിടെ നോക്കുമ്പോ ചിലപ്പോ 5 മീറ്ററിൽ തന്നെ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടായി? അത് ഒരു സ്ഥലത്തേക്ക് യോജിച്ചുകൊണ്ട് അവിടത്തേക്കുള്ള വെള്ളമാണ് അല്ലാഹു തആല ആ കുളത്തിൽ, ആ ഭൂമിയിൽ നിശ്ചയിക്കുന്നത്. നാം ഈ ഘട്ടപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം വലിയ വലിയ മലപ്രദേശത്തിന്റെ മുകളിൽ നിന്ന് വരെ വെള്ളം താഴോട്ട് ഇറങ്ങി വരുന്നത് കാണാം. സാധാരണയായി നാം മനസ്സിലാക്കി നോക്കാം, ഈ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? വെള്ളം കഴിവിന്റെ പരമാവധി കീപ്പോട്ട് പോവലല്ലേ ഈ അന്തർജലം എന്ന് പറയുന്ന സാധനം. ഗ്രൗണ്ട് വാട്ടർ എന്ന് നാം പറയുന്ന ഈ സാധനം, അത് സാധാരണയായി അടിയിലേക്ക് പോകലാണ് അതിന്റെ ഗുണം. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഈ വെള്ളം ഭൂമിയിൽ ഉറവുകളെ ഒലിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഇതിനെ നാം മനസ്സിലാക്കി നോക്കി ഒരൽപ്പം അങ്ങോട്ട് പോയാൽ കടലാണ്. കടലിന്റെ വെള്ളം ഉപ്പാണ്. അതേസമയം ഒരൽപ്പം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നാം ഒരു കിണർ കുഴിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ ഉപ്പ് വെള്ളമില്ല. അതും ഖുർആൻ വ്യക്തമായി വേറൊരു അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കി
മനസ്സിലാക്കണം, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പുകളാണ് ഇതൊക്കെ എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും ഓരോ കാലത്തിന്റെയും ഓരോ സ്ഥലത്തിന്റെയും പ്രദേശത്തിന്റെയും ഏരിയകളുടെയും സ്ഥിതിവിശേഷങ്ങൾ അനുസരിച്ച് അല്ലാഹു തആല ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയഅകുലൂ മിൻ സമരിഹി. അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ തോട്ടങ്ങൾ ഉണ്ടാക്കിയതും വെള്ളങ്ങൾ ഉറവലിപ്പിച്ചതും അത് നിങ്ങൾ ആ ഭൂമിയിൽ ഉണ്ടാകുന്ന തോട്ടങ്ങൾ ഉണ്ടാകുന്ന പഴങ്ങൾ തിന്നാൻ വേണ്ടിയാണ്. വമാ അമിലതുഹു ഐദീഹിം. മാത്രമല്ല അവർ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുക്കളുടെ ആ ഭക്ഷണങ്ങൾ അവർ തിന്നാൻ വേണ്ടിയുമാണ്. അല്ലാഹു തആല ചോദിക്കുന്നു, അഫലാ യശ്കുറൂൻ. ഇത്രയും അനുഗ്രഹങ്ങളും ഇത്രയും ഔദാര്യങ്ങളും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നിങ്ങൾ കൃതജ്ഞരാകണം. കാരണം നമ്മുടെ തോട്ടത്തിൽ വിളയുണ്ടാകുന്നത്, നമ്മുടെ ഭൂമിയിൽ വെള്ളമുണ്ടാകുന്നത് നാം ചിലപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ ഈ ഭാഗത്ത് ഞങ്ങളുടെ പ്രശ്നമില്ല. ചില പ്രദേശത്ത് ബോറെടുത്ത് നോക്കിയാൽ അതിൽ 2ഉം 3ഉം എടുത്ത് നോക്കി 4 എടുത്ത് നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പൊ അവിടെ വെള്ളം കിട്ടുന്നില്ല. നേരത്തെ ഇവർ ആ വെള്ളം നോക്കുന്ന സാധനം വെച്ച് നോക്കിയപ്പോ അവിടെ വെള്ളമുണ്ട്, പക്ഷെ എടുത്തു നോക്കുമ്പോ വെള്ളമില്ല. അത് ആ വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹു ആണ്. അതുകൊണ്ട് വെള്ളം ഒരാൾ കിട്ടിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി, കിട്ടില്ലെങ്കിൽ അവനിക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഇല്ല. ആ കാര്യത്തിൽ അവൻ അല്ലാഹു തആലയുടെ അനുഗ്രഹം അവനിക്ക് അതിൽ കിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ അല്ലാഹു പറയുന്നു, അഫലാ യശ്കുറൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ കൃതജ്ഞരാകണം, അല്ലാഹുവിന്റെ കൃതജ്ഞതയുള്ളവരാകണം, അല്ലാഹുവിന് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അപ്പോ സഹോദരന്മാരെ, ഈ ആയത്ത് ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്തുകളാണ്. ഇമാം ബഗ്വി മആലിമു തൻസീൽ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി ദൃഷ്ടാന്തമാണ്. അതിൽ ഉണ്ടാകുന്ന തോട്ടങ്ങളും പഴങ്ങളും അല്ലാഹു തആല മനുഷ്യന് തിന്നാൻ നൽകിയതാണെന്നും മാത്രമല്ല ഇതിനൊക്കെ അല്ലാഹുവിന് കൃതജ്ഞരാകണമെന്നുമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിക്കുന്നത്.